എല്ലാവർക്കും അന്നാസ് രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് ആണല്ലോ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ആയിട്ട് നമ്മൾ അവിയൽ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നല്ലേ, മധുരമുള്ള പൈനാപ്പിൾ കറിയാണ്. അതായത് ഓണസദ്യക്ക് എരിവും പുളിയുള്ള എല്ലാ കറിയുടെയും കൂട്ടത്തിൽ ഒരു മധുരമുള്ള ഒരു കറി ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം ഫസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നേന്ത്രക്കായ, ഏത്തപ്പഴം ഒരെണ്ണം, കറുത്ത മുന്തിരി, തൈര്, പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ, മധുരം കുറവാണെങ്കിൽ മാത്രം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ ചിരണ്ടിയത്, പച്ചമുളക്, കടുക്, ചെറുജീരകം, വെളുത്തുള്ളി ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ താളിക്കാനായിട്ട് സാധാരണ പോലെ തന്നെ കടുക്, ഉണക്കമുളക്, കറിവേപ്പില. ഇനി നമുക്കിത് വേഗം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ വേവിച്ച് എടുക്കാം. പൈനാപ്പിൾ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ. കുക്കറല്ല അല്ലെങ്കിൽ ചട്ടി തന്നെ വേണമെങ്കിൽ ആ രീതിയിലായാലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടെ വേഗം നമുക്ക് റെഡിയാക്കാൻ പറ്റും. സദ്യയ്ക്ക് ആകുമ്പോൾ കുറേ റെസിപ്പീസുകളാണ്, അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ ഇത് എളുപ്പമാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ സ്വല്പം ഉപ്പ്, പിന്നെ വേകാനുള്ള കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയാവും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഒരു 3 സ്റ്റീം വെള്ളം മതിയാവും. ആ സമയം കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് പച്ചമുളക് 2 പച്ചമുളക് മതിയേ. പിന്നെ വെളുത്തുള്ളി ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ തേങ്ങ ഒരു 1/2 മുറി തേങ്ങയാണ്, ചെറിയൊരു തേങ്ങയുടെ 1/2 മുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കടുക് ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ചെറുജീരകം ഒരു 1/2 ടീസ്പൂൺ. ഇത്രയും ഇട്ട് സ്വല്പം വെള്ളം, അരയാനുള്ള സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഓവർ പേസ്റ്റ് വേണ്ട, അന്ന് അരയും വേണം നന്നായിട്ട്. ഞാനിപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ട ഈ ഒരു രീതിയിൽ. ഇത് വേണം ഒരു പരുവം ഇതിൻ്റെ. ഇനി ഇത് നമുക്കിത് വടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കടുക് സെപ്പറേറ്റ് അരക്കണമെങ്കിൽ സെപ്പറേറ്റ് അരക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഒരുമിച്ച് തന്നെ നമുക്ക് അരക്കാനായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇപ്പോൾ പൈനാപ്പിളൊക്കെ വെന്തിട്ടുണ്ട്. നമ്മളൊരു 3 സ്റ്റീമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പൈനാപ്പിൾ നല്ല അത്യാവശ്യം വേവുള്ളതാണ്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വേവിച്ച പൈനാപ്പിൾ പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സ്വല്പം വെള്ളവും കൂടെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പീസുകൾ, പൈനാപ്പിൾ പീസുകൾ ഒരു 3/4 ഭാഗം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് ഫുൾ നമുക്ക് കടിക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ കുറച്ചെടുത്ത് നമുക്ക് മിക്സിയിൽ ഒരടി അടിച്ചിട്ട് ഇങ്ങോട്ട് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒന്ന് ഇതായി കിട്ടുകയും ചെയ്യും. ബാക്കി ചെറിയ പീസുകളൊന്ന് കടിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ ഒരടി അടിച്ചു കൊണ്ടുവരാൻ കണ്ടേ. ഇപ്പോൾ ഇതുപോലെ ഒരടി അടിച്ചാൽ മതി. ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് നന്നായിട്ട് അരഞ്ഞും കിട്ടും. അല്ലെങ്കിൽ ഇത് നോട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ് പൈനാപ്പിൾ ആകുമ്പോൾ പ്രത്യേകിച്ച്. ഉണ്ട്. അപ്പോൾ ഈ ചെറിയ ചെറിയ പീസുകൾ നമുക്ക് കടിക്കാനും കിട്ടും, ബാക്കി നമുക്ക് കുറച്ച് അരഞ്ഞും കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് നേന്ത്രക്കായ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം പഴുപ്പുള്ള നേന്ത്രക്കായ വേണം നമ്മളെപ്പോഴും യൂസ് ചെയ്യാൻ. അധികം പച്ചയും ആവരുത്, അധികം പഴുത്തും പോകരുത്. ഇനി ഇതും കൂടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി മൂടി ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നേന്ത്രക്കായും ആവശ്യത്തിന്
വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നേന്ത്രക്കായൽ വേവ് ബാക്കി ഉണ്ടെങ്കിൽ അതെല്ലാം അതിലായിക്കോളും. ഒന്ന് മിക്സ് ചെയ്യാം. സ്വല്പം വെള്ളം നമുക്ക് ഇതിൽ തന്നെ ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കാം. അരപ്പിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ചിട്ടുള്ളൂ. സ്വല്പം ഉപ്പ്, പിന്നെ മധുരം. പൈനാപ്പിളിന് മധുരം കുറവുള്ളതാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്തിരി പഞ്ചസാര എപ്പോഴും ഇടും. ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അരപ്പിൻ്റെ ഇതെല്ലാം ആ ഒരു പച്ച ഇതെല്ലാം പോകണം. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം. ഇനി നമുക്ക് കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. ആദ്യം ഇടണ്ട, ലാസ്റ്റ് ആകുമ്പോൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോകും. ഉടഞ്ഞു പോയാൽ അതിന് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഉണ്ടോ? ഇപ്പം ഇങ്ങനെ കിടക്കുമ്പോൾ കാണുമ്പോഴും ഒരു ഭംഗിയുണ്ട് നമുക്ക്. ഇനി ലാസ്റ്റ് നമുക്ക് തൈര് ഒഴിക്കണം. തൈര് ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തൈര് ഒഴിക്കാൻ. തൈര് നന്നായിട്ടൊന്ന് വെട്ടി കൊടുത്ത ശേഷം വേണം, നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഓരോരുത്തരുടെയും പുളി അനുസരിച്ച് വേണം തൈര് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ഒഴിച്ചാൽ മതി. നന്നായി മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെക്കണേ, തിളക്കാൻ പാടില്ല. ഉപ്പും ഒക്കെ ഒന്ന് നോക്കണം, മധുരം എല്ലാം കറക്റ്റാണ് നോക്കണം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട്, തിളക്കാൻ പാടില്ലല്ലോ, അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മധുരം എല്ലാം ഉപ്പും കറക്റ്റാണെന്ന് നോക്കാം. കറക്റ്റാണ്, എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നിന്ന് അടുപ്പിനെ ഇറക്കി വെക്കണം. എന്നിട്ട് നമുക്കിത് താളിച്ചെടുക്കാം. ഇത് താളിക്കാനായിട്ട് ഞാനൊരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില, ഉണക്കമുളക്, ഇനി നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് അതിനേരം ഓപ്പൺ ചെയ്ത് വെക്കണ്ട. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം. ആ സമയമാകുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓണസദ്യക്കുള്ള രണ്ടാമത്തെ വിഭവവും റെഡി ആയിട്ടാണ്. അതായത് പൈനാപ്പിൾ മധുരക്കറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓണസദ്യയുടെ എല്ലാ റെസിപ്പീസ് ഞാൻ ഇനി ഇടാൻ പോകുന്ന വീഡിയോസും ഇതിനു മുമ്പ് ഇട്ട അവിയലും എല്ലാം ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഓണസദ്യ റെസിപ്പീസിന്. അപ്പോൾ വേണ്ടവർ അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട്, ഓണസദ്യയുടെ റെസിപ്പീസ് മാത്രമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.